നമസ്കാരം. നമ്മുടെ നാട്ടിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിവരസാങ്കേതിക വിദ്യയിൽ നമ്മൾ വലിയ കുതിച്ചുചാട്ടം നടത്തുമ്പോഴും ഇത്തരം സൈബർ ക്രിമിനലുകൾ നമുക്ക് വലിയ ഭീഷണിയാവുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ പോലീസിനോടൊപ്പം നമുക്കും അണിചേരാനുള്ള പദ്ധതിക്ക് കേരള പോലീസ് രൂപം നൽകി. അതുവഴി സൈബർ സുരക്ഷിത രാഷ്ട്രത്തിൻ്റെ ഭാഗമാകാൻ നമുക്കും അവസരം ലഭിക്കും. അതെങ്ങനെയെന്നോ? ആദ്യം സൈബർ വോളണ്ടിയർ ആകാൻ എന്ത് ചെയ്യണം എന്ന് ശ്രദ്ധിക്കുക. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ ആയ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ് ചുവടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. www.cybercrime.gov.in. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ കയറി സൈബർ വോളണ്ടിയർ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്നതിനായി ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ ഫേസ്ബുക്കിലൊക്കെ നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ പേര്, മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകിയ ശേഷം OTP വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. അടുത്ത സ്റ്റെപ്പ്, രജിസ്ട്രേഷൻ സ്റ്റെപ്പ് 1 എന്ന യൂസർ വോളണ്ടിയർ പ്രൊഫൈൽ ഡീറ്റെയിൽസ് പേജിൽ ആവശ്യമുള്ള വിവരങ്ങൾ നൽകുക. അതായത് ID പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവ നൽകുക. സൈബർ വോളണ്ടിയർ, അൺലാഫുൾ കണ്ടന്റ് ഫ്ലാഗർ, സൈബർ അവയർനെസ് പ്രൊമോട്ടർ, സൈബർ എക്സ്പെർട്ട് എന്നീ 3 തരത്തിലുള്ള സേവനങ്ങളിൽ ഏതാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് എന്ന് തിരഞ്ഞെടുക്കുക. എന്തുകൊണ്ട് നിങ്ങൾ ഒരു സൈബർ വോളണ്ടിയർ ആകാൻ ആഗ്രഹിക്കുന്നു? ഈ മേഖലയിൽ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്? ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ രജിസ്ട്രേഷൻ സ്റ്റെപ്പ് 2 പേജിൽ നൽകുക. ഇത്രയും വിവരങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ അപേക്ഷയുടെ പ്രിവ്യൂ കണ്ടിട്ട് സബ്മിറ്റ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇത് പ്രതിഫലമില്ലാത്ത സൗജന്യ സേവനമാണ്. ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനവുമാണ്.